ഹായ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ അടുക്കള മച്ചാൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാപ്പി സാമ്പാർ. അപ്പോൾ നമ്മൾ കാപ്പി സാമ്പാർ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി വേണം, മുളക് പൊടി, ജീരകം പൊടിച്ചത്, ഉലുവ പൊടിച്ചത്, ആവശ്യത്തിനുള്ള പുളി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 100 പരിപ്പ് കറിവേപ്പിലയിട്ട് വേവിച്ച് വെച്ചത്. അടുത്ത് ചെറിയ ഉള്ളി സവാളയും കൂടെ കട്ട് ചെയ്തത് ഒരു 200 ഗ്രാം, ഒരു 3 വറ്റൽ മുളക്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 25 ഗ്രാം അരക്കേജിയുടെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാലകളൊക്കെ ഒന്നിടാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂണാണ്. 3 സ്പൂൺ മുളക് പൊടി, ജീരകം പൊടിച്ചത് 1/2 സ്പൂൺ, ഉലുവ പൊടിച്ചത് ഒരു 1/2 സ്പൂൺ. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒരു തക്കാളി കട്ട് ചെയ്തത്, അതിലിട്ടു. ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ അതിലിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരയ്ക്കാനുള്ളതെല്ലാം അരച്ചെടുത്ത് വെച്ചു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചു. ഒരു ചെറിയ മൺകലം വെച്ച് കൊടുത്തു. മൺകലം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ മില്ലിയെന്ന് പറയുന്നതിന് പകരം ഗ്രാം എന്നാണ് പറയുന്നത്. അത് പെട്ടെന്ന് മില്ലിയെന്ന് കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ 100 മില്ലി വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് വെട്ടിത്തിളങ്ങണം. നമ്മൾ ചട്ടി വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടായി വന്നു. അപ്പം എണ്ണ തിളച്ചിട്ടുണ്ട്. എണ്ണ തിളയ്ക്കുമ്പോൾ നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിയിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ഒരു 3 വറ്റൽ മുളക്. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. വറ്റൽ മുളകും കറിവേപ്പിലയും ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. 1 കിലോ വെജിറ്റബിളിന് 200 ഗ്രാം ഉള്ളി എടുത്തു. 100-150 മതിയാവും. ഞാൻ 200 ഗ്രാം എടുത്തു. ഉള്ളി ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഉള്ളിയും സവാളയും കൂടെ കട്ട് ചെയ്തത് 200 ഗ്രാം ഇട്ടു. ഉള്ളിയും സവാളയും നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുകയാണ്. ഉള്ളി സവാളയും പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഉള്ളി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. ഞാൻ 1 കിലോ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഈ വെജിറ്റബിൾ ഞാൻ മഞ്ഞൾ പൊടിയിട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിച്ചിട്ട് വടിച്ചതാണ്. 3 മിനിറ്റ് മാത്രം തിളപ്പിച്ചിട്ട് വടിച്ചതാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികളെല്ലാം നന്നായിട്ട് കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 2-3 മിനിറ്റ് തിളപ്പിച്ചിട്ട് അതിനെ വാർത്തെടുത്തിട്ട് സാമ്പാറും അവിയലും വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം, രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. കിഡ്നിയും കരളും എല്ലാം നന്നായിരിക്കും. ആശുപത്രിയിൽ കൊടുക്കുന്ന പൈസ നന്നായിട്ട് ലാഭം വരും വർഷങ്ങൾ കൊണ്ട്. അതുകൊണ്ട് പറ്റുന്നവരെ 3 മിനിറ്റ് കൊണ്ട് ചെറുതായിട്ടൊന്ന് മഞ്ഞൾ പൊടിയിട്ട് വേവിച്ച് വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ വെജിറ്റബിൾ അങ്ങനെ വാർത്തെടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ വെന്ത് വന്ന ഉള്ളിയിലോട്ട് ഞാൻ വെജിറ്റബിൾ ഇടാൻ പോവുകയാണ്. ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് നമുക്ക് വെജിറ്റബിൾ നന്നായിട്ടൊന്ന് മറച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ വെജിറ്റബിൾ നന്നായിട്ട് മറച്ചു കൊടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം.
പരിപ്പിട്ട് വെജിറ്റബിളുമായിട്ടൊന്ന് മിക്സ് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ സാമ്പാറിന് റെഡിയാക്കി വെച്ച അരപ്പ് 3 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ജീരകം പൊടിച്ചത്, 1/2 സ്പൂൺ ഉലുവ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ജാറിൽ ബാക്കി വരുന്ന അരപ്പിനെ ഒന്ന് ചെറുതായിട്ട് ആ അരപ്പിനെ കൂടെ കഴുകിയും ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചുകൂടെ ആവശ്യമുണ്ട്, ആവശ്യത്തിനുള്ള വെള്ളം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു. ഏറെക്കുറെ വെള്ളം മതിയാവും. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് ഒരു 10-15 മിനിറ്റ് വെജിറ്റബിൾ ഒന്ന് വേവണം. അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് നന്നായിട്ട് വെട്ടിത്തിളച്ച് വെജിറ്റബിൾ ഒന്ന് വേവണം. നമ്മൾ സാമ്പാർ വെച്ചിട്ടൊരു 10 മിനിറ്റായി. അടപ്പൊന്ന് തുറന്നിട്ട് വെജിറ്റബിളിൻ്റെ വേവൊന്ന് നോക്കാം. വെജിറ്റബിൾ ഒരു അരവേവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിക്കണം. ഞാൻ കുറച്ച് പുളി കുതിർത്ത് വച്ചിട്ടുണ്ട്. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. കുറവാണെങ്കിൽ നോക്കിയിട്ട് ഒഴിക്കാം. പുളി കുറവുണ്ട്, ഇത്രയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ചുകൂടെ ഇടേണ്ട ആവശ്യമുണ്ട്. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മറിച്ച് വയ്ക്കാം. ഉപ്പുണ്ട്, പുളിയുണ്ട്. ഇനി വെജിറ്റബിൾ കുറച്ചുകൂടെ വേവാനുണ്ട്. അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. 15 മിനിറ്റാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിപ്പം സാമ്പാർ അടച്ച് വെച്ചിട്ട് 25 മിനിറ്റായി. 25 മിനിറ്റ് ആയപ്പോഴാണ് വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്തത്. വെജിറ്റബിളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഉപ്പും പുളിയെല്ലാം ആവശ്യത്തിനുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാർ ഇറക്കാനുള്ള സമയമായി. ബാക്കിയെല്ലാം ചേരുവ നമ്മൾ ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള കായപ്പൊടി ഉണ്ട്. ഒരു സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മറിക്കണം. അപ്പോൾ ഇനി നമ്മൾ 25 ഗ്രാം നെയ്യ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം, അല്ലാത്തവർ ഒഴിക്കണ്ട. കായപ്പൊടി ഇട്ടു, നെയ്യ് ഒഴിച്ചു. മല്ലിയില ആവശ്യമുള്ളവർക്കിടാം. മല്ലിയിലയുടെ ടേസ്റ്റ് താല്പര്യമില്ലാത്തവർക്ക് ഇടണ്ട. അപ്പോൾ ഞാൻ ഫ്ലെയിം അണച്ചു. നമ്മളെ സാമ്പാർ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോകളിൽ ഞാൻ പല കാര്യങ്ങളും ആവർത്തിച്ച് പറയുന്നുണ്ട്. ആവർത്തന വിരസത ഉണ്ടെന്നറിയാം. എങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനകരമാവുമെങ്കിൽ ആവട്ടെ എന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. അപ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ നമ്മുടെ കാപ്പി സാമ്പാർ അങ്ങനെ റെഡിയായി. കാപ്പി സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ തീരെ കട്ടിയായിട്ട് വയ്ക്കില്ല. കുറച്ച് ഈ പരുവത്തിന് ദോശയ്ക്ക് ഇഡ്ഡലിക്കുമൊക്കെ നമ്മൾ ഒഴിക്കാൻ കണക്കിന് ആണ് കാപ്പി സാമ്പാർ വയ്ക്കുന്നത്.
നല്ല റെസിപ്പിയാണ്. താല്പര്യമുള്ളവർ ഒന്ന് ചെയ്ത് നോക്കുക. ഇഡ്ഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും സൂപ്പർ സാമ്പാറാണ്. അപ്പോൾ കാപ്പി സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ സദ്യയ്ക്ക് സാമ്പാർ വയ്ക്കും പോലെയല്ല വയ്ക്കുന്നത്. കാപ്പി സാമ്പാർ വയ്ക്കുന്നത് സദ്യ സാമ്പാറിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സാമ്പാർ ഫ്ലെയിം അണച്ചു. ഇതുപോലെ സാമ്പാർ എല്ലാവരും റെഡിയാക്കി നോക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.